السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യ സഹോദരന്മാരെ, നമ്മുടെ വളരെ ആധികാരികമായ സ്ഥാനത്തിരിക്കുന്ന ഒരു പണ്ഡിതൻ, ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീറായ VT അബ്ദുള്ളക്കായ സാഹിബ് അവർകൾ ഈ അടുത്ത് വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചന്ദ്രമാസ നിർണയവുമായി അദ്ദേഹം ചില നല്ലൊരു വോയിസ് ചെയ്തിരുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു. ചില സംഗതികൾക്ക് അതാത് സമയത്ത് മറുപടി നൽകിയിട്ടില്ലെങ്കിൽ അത് അസത്യം ഉറച്ചു പോകും സമൂഹത്തിൽ. അതുകൊണ്ടാണ് ഇതിന് പ്രതികരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി ഹിജറ കമ്മിറ്റി ഇന്ത്യക്ക് യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല. ഞങ്ങളെ നന്നായി സഹായിക്കുന്നവരും കലണ്ടർ വരെ അവർ ഉപയോഗിക്കുന്നവരും ആണ് എന്നത് മറക്കാതെ തന്നെ കാര്യം പറയുകയാണ്. VT അബ്ദുള്ളക്കായ സാഹിബ് അവർകൾ ഒരുപാട് മാനങ്ങളുള്ള ഒരു പ്രാഥമികമായ നടപടികളാണ് ഈ മാസനിർണയവുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടരുന്നത്. അദ്ദേഹം പറയുന്നത് കണക്കിനും കാഴ്ചക്കും പ്രമാണങ്ങളുടെ അടിസ്ഥാനം നോക്കിയാൽ ബലാബലം തെളിവുകളുണ്ട് എന്നാണ്. ആ പ്രസ്താവന ഒട്ടും ശരിയല്ല. 2 ഡസനോളം ഖുർആൻ വചനങ്ങളും അതിനേക്കാൾ ഇരട്ടി ഹദീസുകളും സംഭവങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഹിജറ കമ്മിറ്റി ഇന്ത്യ ഇസ്ലാമിക കലണ്ടറായ ഹിജറ കലണ്ടർ ലോകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നവർ. ഞങ്ങളുടെ തെളിവുകൾ, കണക്കിന് തെളിവുകൾ ധാരാളമുണ്ട്. കാരണം 14 നൂറ്റാണ്ട് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചവരുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ എമ്പാടുണ്ട്. അതാരും നിഷേധിക്കുന്നില്ല. 14 നൂറ്റാണ്ട് ഇസ്ലാം ഒഴുകി വന്നിട്ടുണ്ട്, 1400 വർഷങ്ങൾ. അതിനിടയിൽ ഒരുപാട് ഈ ഒരു ഉപാധിയുടെ വിഷയത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലതിലുണ്ടായതുപോലെ നമസ്കാരത്തിൻ്റെ സമയം കണക്കാക്കുന്നതിലും നോമ്പ് തുറക്കുന്നതും അത്താഴം കഴിക്കുന്നതുമായ സമയങ്ങളൊക്കെ കണക്കാക്കിയതിലുള്ളതുപോലെ മാറ്റങ്ങൾ ഇതിലും വന്നിട്ടുണ്ട്. അനേകം ഒട്ടകപ്പുറത്തും അതുപോലെ കപ്പലിലും കഴുതപ്പുറത്തുമൊക്കെ യാത്ര ചെയ്തിരുന്നവരല്ല ഇന്ന് നമ്മൾ. യാത്രാ സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചതോടുകൂടി അതിമാറ്റം വന്നു. അതുകൊണ്ട് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഖുർആന്റെ അപ്രമാദിത്യം കൂടുതൽ വെളിവാകുന്ന രീതിയിൽ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾ കൂടി വന്നപ്പോൾ ഈ മാസ നിർണയത്തിൻ്റെ ഉപാധിയായ കാഴ്ച എന്നതും ഷഹാദത്ത് അല്ലെങ്കിൽ ആളുകൾ നോക്കിയിട്ട് സാക്ഷി പറയുക എന്ന് പറയുന്ന ആ 2 പ്രമാണങ്ങൾക്ക് ധാരാളം തെളിവുകൾ, ഹദീസുകൾ കാണാൻ പറ്റും, ചരിത്രത്തിൽ കാണാൻ പറ്റും. കാരണം അതിനുശേഷം വന്ന ശാസ്ത്രീയവും ബുദ്ധിപരവും അതുപോലെ തന്നെ ഗണിതഗോള ശാസ്ത്രത്തിൻ്റെ പിന്തുണയോടുകൂടി കൃത്യമായിട്ട് ചന്ദ്രമാസം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ബലാബലം പരിശോധിക്കലല്ല തെളിവുകളുടെ, അതല്ല നാം ചെയ്യേണ്ടത്. നാം യഥാർത്ഥത്തിലേക്ക് എത്തുകയാണ് വേണ്ടത്. മാസം മാറിയത് അറിയണം. അറിയാനുള്ള വഴികൾ എന്താണോ ആ വഴികളിൽ ഏറ്റവും കുറ്റമറ്റത് ഏതോ അത് സ്വീകരിക്കണം. അതുകൊണ്ട് ബലാബലം തെളിവുകളുണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അവിവേകം തന്നെയാണ്. പിന്നെ വിസ്തരിച്ച ചർച്ചയിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം ആദ്യ തുടക്കത്തിൽ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വളരെ വിസ്തരിച്ച ചർച്ചയിലേക്കാണ് പോയത്. ഒന്നാം പ്രതികരണമായി അദ്ദേഹം പറഞ്ഞതാണ് വിസ്തരിച്ച ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ പോയിട്ട് വളരെ ആക്ഷേപകരമായ രീതിയിൽ ഹിജറ കമ്മിറ്റി ഇന്ത്യയെ രൂക്ഷമായി വൈദ്യന്തരേണ വിമർശിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ വന്നത്. തുറന്ന മനസ്സോടെ പഠിച്ചാൽ ഇരു കൂട്ടരുടെയും തെളിവുകൾ ശക്തമാണെന്നാണ് പറയുന്നത്. ഈ 2 ഡസനോളം ആയത്തുകളും അതിൻ്റെ ഇരട്ടിയോളം ഹദീസുകളും പറയുന്ന വിഷയത്തിലാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളെയും ഞങ്ങൾക്ക് പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അന്നേരം ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരും വന്നില്ലെന്ന് മാത്രമല്ല, അപ്പുറം ഇരുന്ന് പരിഹസിക്കുക ചെയ്തത്. കേരളമിൻ്റെ ആളുകളും വന്നില്ല. മർക്കസ് ദേവ വിഭാഗവുമായി ബന്ധപ്പെട്ട CPM മുസ്ലിമിയുടെ നേതൃത്വത്തിൽ MSSന്റെ ഓഡിറ്റോറിയത്തിൽ ഒരു വാദപ്രതിവാദം പോലെ ഒരു ചർച്ച നടന്നിരുന്നു. അപ്പോൾ തുറന്ന മനസ്സിൽ പഠിച്ചാൽ ഇരു കൂട്ടരുടെയും തെളിവുകൾ ബലാമല അല്ല, ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ അഹില്ലയുടെയും സൂറത്ത് യാസീനിലെ മനാസിലിൻ്റെയും അതേപോലെ സൂറത്ത് യൂനുസിലെ അള്ളാഹുവിൻ്റെ കണക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണ്ണയിക്കേണ്ടതെന്ന് പറയുന്ന സൂറത്ത് യൂനുസിലെ 5-ാമത്തെ വചനവും 6-ാമത്തെ വചനവും അതേപോലെയുള്ള വളരെ വ്യക്തമായ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയാറുള്ളത്.
അപ്പോഴൊക്കെ അതിനെ ഖണ്ഡിതമായി കൊണ്ടുവരുന്നത് ഇവരെല്ലാം ഒരു സൂമുൽ റുയത്തി എല്ലാത്തിനും ഒരു സൂമുൽ റുയത്തിയാണ്. എന്നാൽ ആ ഹദീസാകട്ടെ അതിൻ്റെ അർദ്ധഭാഗം കളഞ്ഞിട്ട് അതിന് സുപ്രധാനമായ ഭാഗം വിശുദ്ധ ഖുർആനിൻ്റെ നെസ്സിനോട് 100% യോജിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് വെറും സൂമുൽ റുയത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അത് പ്രാമാണികമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒന്ന് പ്രമാണമാണെങ്കിൽ അള്ളാഹ് പറയണം, അല്ലെങ്കിൽ റസൂൽ പറയണം, റസൂൽ ചരിത്രം അത് കാണണം, റസൂലിന് അംഗീകാരം കിട്ടിയതാകണം. ഇത് അതില്ലാത്തൊരു വിഷയം. അവരുടെ കാലഘട്ടത്തിൽ കൺകൊണ്ട് കാണുകയും സാക്ഷി വന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന നയമല്ലാതെ വേറെ ഒന്നിനും ഉപാധിയില്ലെന്ന്. ഇന്നങ്ങനെയല്ല. ഇന്ന് ചന്ദ്രൻ്റെ ഡിജിറ്റൽ സെക്കൻഡിൽ വരെ സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് അറിയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു ഉപാധിയിൽ വന്ന മാറ്റമാണ് നമ്മെ ചിന്തിപ്പിച്ചത്. അതുകൊണ്ട് ഇജറ കണ്ട് നടപ്പിലാക്കിയാൽ മുസ്ലിം ലോകം അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നത് ധാരണക്കുറവ് കൊണ്ടാണെന്ന. ആർക്കാണ് ആ ധാരണ ഉള്ളത്? ഈ കലണ്ടറിൻ്റെ ഒരു വ്യവസ്ഥ മാത്രം ശരിയായതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇജറ കലണ്ടർ അംഗീകരിച്ചത് കൊണ്ട് ട്രംപ് പിൻവലിയും യുദ്ധത്തിൽ നിന്ന്, ഇറാൻ്റെ യുദ്ധത്തിൽ നിന്ന്? നെതന്യാഹു അതിൽ നിന്ന് പിൻവലിയോ? അല്ലെങ്കിൽ ഇറാൻ അതിൽ നിന്ന് പിൻവലിയോ? ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ആരിത് അവതരിപ്പിച്ചിട്ടുണ്ട്? തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട വീട്ടി സാഹിബ് അവറുകൾ. തെറ്റിദ്ധരിപ്പിക്കുകയാണത്. ഹിജറ കണ്ട് നടപ്പിലാക്കിയ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലമായുള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ടോ ഇവിടെ വലിയ ഇസ്ലാമിക ഭരണം കൊണ്ടുവന്നോ? ഇവിടെ താകൂത്തി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഇസ്ലാമിക ഗവൺമെൻറ് നിലവിൽ വന്നോ? ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ ഇലക്ഷനിൽ മത്സരിക്കാൻ രംഗത്ത് വന്നില്ലേ? അതൊന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എന്തെല്ലാം നിയമങ്ങളും വകുപ്പുകളുണ്ടോ അതൊക്കെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് വന്നില്ല നിങ്ങൾ? അപ്പോൾ 75 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ പോലും ഭരണം നടപ്പിലാക്കാൻ സാധിക്കാത്ത നിങ്ങളാണോ നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്നത്? ന്യൂമൂൺ എന്ന വിഷയം മണിക്കുപാൻ തന്നെ വിട്ടു എന്ന് അദ്ദേഹം ഇടയിൽ പറയുന്നുണ്ട്. പച്ചക്കള്ളമാണത്. മണിക്കുപാൻ ഇപ്പോഴും മതസംബന്ധമായ ചർച്ചയിലും പഠനത്തിലും ഞങ്ങളെ ഉപദേശിച്ചുകൊണ്ടും ഞങ്ങളുടെ പിന്നിൽ തന്നെ അദ്ദേഹമുണ്ട്. ന്യൂമൂൺ എന്ന വിഷയം മണിക്കുപാൻ തന്നെ വിട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഹിജ്റയിലാൽ കമ്മിറ്റി പറയുന്നതിൽ കുറേ ശരികളുണ്ട് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. വൈരുദ്ധ്യമാണ്. ആദ്യം പറഞ്ഞതിന് നേരെ എതിരാണ് വൈരുദ്ധ്യമാണ് പറയുന്നത്. കുറേ ശരികളുണ്ടെങ്കിൽ പിന്നെ ആ ശരിയല്ല സ്വീകരിക്കേണ്ടത്, പിന്നെ തെറ്റുകളാണ് സ്വീകരിക്കേണ്ടത്. ബലാബലം തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ബലാബലം തെളിവുണ്ടെങ്കിൽ പിന്നെ ശരി ഉണ്ടാവുമോ? ഒരേ മാതിരി ആവൂലേ? ഇപ്പം വിദഗ്ധമായ ആരും, അദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം, വിദഗ്ധന്മാരായ ലോക പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ആരും ഒന്നിച്ചത് കണക്കിലെടുക്കുന്നില്ല എന്നാണ്. അത് ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങളെന്ത് ചെയ്യും? ജമാഅത്തെ ഇസ്ലാമിനെ ലോകത്ത് ആരാ കണക്കിലെടുത്തിട്ടുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തെ ലോകത്ത് ആരാ കണക്കിലെടുത്തിരിക്കുന്നത്? കേരളത്തിൽ മാത്രമുള്ളൊരു പ്രസ്ഥാനം. അതേപോലെ ലോകത്ത് പല പ്രസ്ഥാനങ്ങളും സംഘടനകളിലെ ലോകത്തെല്ലാവരും അംഗീകരിച്ചാലേ ഒരു സത്യമുള്ളൂ. അതില്ലല്ലോ. സത്യം തന്നെയാണ്. അത് ആര് പറഞ്ഞാലും എത്ര കുറച്ച് സംഘമായാലും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ കാര്യം ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മനുഷ്യനെ ഉള്ളൂ ഹക്കിൽ നിലകൊള്ളുന്നതെങ്കിൽ അയാളുടെ പേരാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്താണെന്നാണ്. ആ ഒരു വ്യക്തിക്ക് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയാൻ സംഘം ഉണ്ടായിക്കൊള്ളുന്നില്ലാണ്. അപ്പോൾ സത്യത്തിൻ്റെ വില അതല്ല കണക്ക് വെക്കണം. ഭൂരിഭാഗം ആളുകളുണ്ടോ ഇല്ലേ എന്നതല്ല സത്യത്തിന്. ആരും ഇത് ഒന്നിച്ച് കണക്കിലെടുക്കുന്നില്ല. കണക്കിലെടുക്കാൻ പ്രയാസമുണ്ട്. കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കവും തെറ്റായ സമ്പ്രദായവുമുണ്ട്. അതിൽ നിന്ന് മാറാൻ മടിക്കുന്നവരാണ് അവർ. അവർക്ക് സത്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മാറും. പിന്നെ കലണ്ടർ ഉണ്ടാക്കി, വിവാദമുഖങ്ങളുണ്ടാക്കി, വാദമുഖങ്ങളുണ്ടാക്കി, യുക്തിപൂർവ്വം തെളിവ് സഹിതം പഠിക്കുക പോലും ചെയ്യാതെ പെരുന്നാൾ രണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ച് മൂന്നാക്കുന്ന പ്രവണതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാണ്. വലിയൊരു എന്താ പറയുക, ആരോപണത്തിൻ്റെ ആഴമേറിയ ആരോപണമാണിത്. ഇങ്ങനെ ആരോപിക്കാൻ പാടില്ലാത്തതാണ്. കലണ്ടർ ഉണ്ടാക്കി, ശരിയാ. വാദമുഖങ്ങളുണ്ടാക്കി. എന്താ ഞങ്ങൾ വാദമുഖങ്ങളുണ്ടാക്കിയത്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ പറഞ്ഞ ഇന്ന ഇദ്ദത്ത ശുഹ്രി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം എന്ന് പറഞ്ഞ ദീനുൽ ഖയ്യിമായ കലണ്ടർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അള്ളാഹു പറയുന്നത് അത് 12 മാസങ്ങൾ കണക്കാക്കണമെന്നും അത് അഹിലനുസരിച്ചാകണമെന്നും മനാസിലനുസരിച്ചാകണമെന്നും ഒറിജിനൽ കദിം അവസാനത്തിൽ കാണുന്ന ചന്ദ്രക്കലയാണെന്നും ചന്ദ്രക്കലകൾ കണ്ടുകൊണ്ടാണ് മാസം തീരുമാനിക്കേണ്ടതെന്നും അവസാന ദിവസം ചന്ദ്രക്കലയില്ലാത്ത ദിവസം അവസാന ദിവസമായി കണക്കാക്കണമെന്നുമുള്ള കൃത്യമായ ഖുർആനിലെയും സുന്നത്തിൻ്റെയും പിന്തുണയോടുകൂടി അനേകം ആയത്തുകളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ പറയുകയാണ്. അല്ലാതെ പെരുന്നാൾ രണ്ടാക്കാനും മൂന്നാക്കാനല്ല. ഇപ്പോൾ യാദൃച്ഛിക ഞങ്ങളോടൊപ്പം നിങ്ങൾ പെരുന്നാൾ വന്നു,
എല്ലാ കാലത്തും ഒരു ദിവസം വൈകിട്ടാണ് കേരളത്തിൽ പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. ഇക്കുള്ള നോമ്പ് തുടങ്ങിയത് വൈകിട്ടാണ്. അതുകൊണ്ട് എന്തായി, കേരളത്തിൽ 29 നോമ്പേ കിട്ടിയുള്ളൂ. ലോകത്ത് ഒരു വർഷത്തെ നോമ്പ് ഒരു കുട്ടിക്ക് 29, ഒരു കുട്ടിക്ക് 30 ആകാൻ പാടുണ്ടോ? 5 വക്ത നിസ്കാരം ലോകം മുഴുവനുള്ള എല്ലാ മുസ്ലിങ്ങളും 5 വക്ത നിസ്കരിക്കണ്ടേ? ഹജ്ജിന് 6 ദിവസമാണുള്ളത്. 6 ദിവസം ഹജ്ജിന് പങ്കെടുക്കണ്ടേ? അതേപോലെ തന്നെ ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണല്ലോ. എവിടെ മുസ്ലിങ്ങൾ ജീവിച്ചാലും അവിടെ നിയമം എന്നാണല്ലോ. പക്ഷേ ഈ നോമ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ 29 നോമ്പ് എങ്ങനെ അംഗീകരിക്കുക? അല്ല 30 ദിവസമുള്ള 30 ഇലാലുള്ള 30 ഫേസുള്ള ചന്ദ്രൻ്റെ മാസമായിരുന്നു കഴിഞ്ഞു പോയ റമദാൻ. അതുകൊണ്ടത് ആ 18-ാം തീയതി ആരംഭിച്ച് 19-ാം തീയതി അവസാനിച്ചു. 30 നോമ്പ് പൂർത്തിയായിട്ട് മക്കത്തുള്ള ലോകത്തുള്ള മിക്കവാറും ആളുകൾ കിട്ടിയല്ലോ. കേരളക്കാർക്ക് മാത്രം കിട്ടിയില്ല. കേരളക്കാർക്ക് 29, വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് ഒരു 30 കിട്ടി. അവർ 1-2 ദിവസം വൈകിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത്. എന്നിട്ട് അവർക്ക് നോമ്പ് 30 കിട്ടി. ഇവിടെ 29 നോമ്പ്. ഒരു നോമ്പ് തീർച്ചയായിട്ടും കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും കഥാ വിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിടൂല. ഞങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ ഞങ്ങൾ ന്യായം പറയും. കാരണം റബ്ബിൻ്റെ വചനങ്ങൾ അതാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കാതെയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുന്ന ആരോപണം പിൻവലിച്ചേ പറ്റൂ. കലണ്ടർ ഉണ്ടാക്കിയിട്ട് വാദങ്ങൾ ഉണ്ടാക്കിയിട്ട് യുക്തിപൂർവ്വം തെളിവ് സഹിതം പഠിക്കുക പോലും ചെയ്യാതെ പെരുന്നാൾ 2 ആക്കുന്നതിൽ പ്രതിഷേധിച്ച് 3 ആക്കുന്ന പ്രവണതയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങളാരും 3 ആക്കിയിട്ടില്ല. കൃത്യമായ ദിവസത്തിൽ കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു നിശ്ചയിച്ച ആ പ്രകാരം തന്നെയാണ് എല്ലാ വർഷവും ഞങ്ങൾ കൃത്യമായ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്ന അപവാദമാണ് ഒരു ദിവസം നേരത്തെ ഞങ്ങൾ നടത്തുന്നു എന്ന്. ഇപ്പോഴോ? ഇപ്പം ഞങ്ങളെ കൂടെ തന്നെ നടത്തിയത്. നമ്മൾ കലണ്ടർ പണ്ടേ മുഹറം 1-ാം തീയതി ഇക്കൊല്ലത്തെ കലണ്ടർ വന്നിട്ടുണ്ട്. മാസങ്ങൾ എത്ര 9 എണ്ണം കഴിഞ്ഞു പോയില്ലേ? ആ 9 എണ്ണം കഴിഞ്ഞ് 10-ാമത്തെ മാസം 1-ാം തീയതി കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയതനുസരിച്ച് തന്നെയുള്ള പെരുന്നാൾ ആഘോഷിച്ചത്. അപ്പോൾ ഞങ്ങൾ 3 ആക്കിയിട്ടില്ല. 3 ആക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. കാഴ്ചപ്പാടുകളുള്ളവർ അതിനു വേണ്ടി പണിയെടുക്കുന്നില്ല. അതിനേക്കാൾ വലിയ ആരോപണം അബ്ദുൽ സാഹിബ് പറയാണ്, കാഴ്ചപ്പാടുള്ളവർ അതിനു വേണ്ടി പണിയെടുക്കുന്നില്ലെന്ന്. ഞങ്ങൾ പണിയെടുക്കുന്ന അത്ര അവിടെ ആരും പണിയെടുക്കുന്നുണ്ടോ? 35-40 വർഷമായി ബഹുമാനപ്പെട്ട അലിമണിക്ക് ഫാൻ ഈ ആശയം ഞങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും അത് പഠിച്ചതനുസരിച്ച് ഞങ്ങൾ ലോകത്ത് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ എത്ര വലിയ മാറ്റമുണ്ടായി. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന ഞങ്ങളെ പിന്തുണക്കട്ടെ എന്ന്. അള്ളാഹു അത് കബൂൾ ചെയ്തു. മർക്കസ് ദഅവ വിഭാഗം ഞങ്ങൾക്ക് 90% ഇപ്പം ഞങ്ങളോടൊപ്പം എത്തിക്കഴിഞ്ഞു. അവർ യഥാർത്ഥത്തിൽ അത് എത്തിച്ചത് ആരാണ്? ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അവിടെ കാഴ്ചപ്പാടുള്ളവർ അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഞങ്ങളെപ്പറ്റി ആരോപിക്കുന്ന ആരോപണമാണ്. മുസ്ലിങ്ങളുടെ വീണ്ടെടുപ്പിന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അഭിപ്രായമില്ലാത്തത് ലോക മുസ്ലിങ്ങൾ നേരിടുന്ന സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്കെല്ലാം അന്തിമമായ പരിഹാരം ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ്. ആരാത് പറഞ്ഞത്? ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഇതാണെന്ന്. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് അനേകം തവണ വീട്ടി ആവർത്തി പറയുന്നത് ഈ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറെ ആരും ചെയ്യുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങളല്ലേ? ഇവിടെ മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയത് ആരാ? ഇവിടുത്തെ നവോത്ഥാനം മുഴുവൻ ഉണ്ടാക്കുന്ന മുജാഹിദ് പ്രസ്ഥാനമല്ല, ഇസ്ലാമിക പ്രവർത്തനമല്ലേ? അത് സമസ്തക്കാരായി ആളുകൾ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നില്ലേ? ഏത് വിഭാഗം ആളുകളാണ് ഇസ്ലാമിക പ്രവർത്തനം നടത്താത്തത്? നിങ്ങൾ ചെയ്യുന്നത് മാത്രം. പണ്ട് നമ്മളെ CP സൈദലവി സാഹിബ് എഴുതിയിരുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യുന്നു. അതുപോലെ ഒന്നും അവകാശപ്പെടേണ്ട ആവശ്യമില്ല. ഇസ്ലാമിക പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. നിങ്ങൾ നടത്തിയാൽ മാത്രമേ ഇസ്ലാമിക പ്രവർത്തനമാവുള്ളൂ, ഞങ്ങളൊന്നും നടത്തിയാൽ ആയില്ല എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് ഒരു ഉപരിപ്ലവമായ ഒരു പരാമർശം മാത്രമാണ്. അല്ലെങ്കിൽ ഉപരിപ്ലവമായ ഒരു തരത്തിലുള്ള വൈരാഗ്യം മനസ്സിൽ തങ്ങി നിറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം മോശക്കാർ, ഞങ്ങൾ മാത്രം മുന്തിയവർ എന്ന് പറയുന്നവരാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഹിജറ കണ്ട് സ്വീകരിച്ചാൽ തീരുമെന്നൊന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതല്ല, ഓരോ പ്രശ്നങ്ങൾക്കും അതിൻ്റേതായ പരിഹാരങ്ങളുണ്ട്. ഇത് നമ്മുടെ കാലഗണന അനുസരിച്ച് കൃത്യമായി ചെയ്യേണ്ട ഇബാദത്തുകൾ അതേ തീയതികളിൽ അതേ ദിവസത്തിൽ അതേ സമയങ്ങളിൽ നിർവഹിക്കണം എന്ന് പറയുന്നിടത്തേക്ക് മുസ്ലിം ഐക്യത്തെ കൊണ്ടുവരികയാണ്. ഇതുകൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ അഖില ലോക ജീവിത പദ്ധതിയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും ഇസ്ലാമിക ജീവിത പദ്ധതിയായിട്ട് പറഞ്ഞില്ലേ? മനുഷ്യൻ്റെ ജീവിത പദ്ധതി തന്നെയാണ് ഇസ്ലാം എന്ന് ആർക്കാ അഭിപ്രായമില്ലാത്തത്? എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ അത് ജീവിത പദ്ധതി തന്നെയാണെന്ന്. അത് നിങ്ങൾ മാത്രം അവകാശപ്പെട്ടിട്ട് ബാക്കിയുള്ളവരൊന്നും അതിൻ്റെ ആളുകളല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ വാചാലമായി പറഞ്ഞതുകൊണ്ടൊന്നും അത് സാധ്യത നടക്കുന്നില്ല. കാര്യങ്ങൾ യഥാവിധി മാസപ്പിറവി ഏകീകരിച്ച് ലോക പ്രശ്നങ്ങൾ പരിഹരിക്കണം. എത്ര തവണയാണ് അദ്ദേഹം ആവർത്തിക്കുന്നറിയോ?
ആകപ്പാടെ 10-17 മിനിറ്റുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇതാകും 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 എന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ നമ്മൾ സമർത്ഥിക്കുന്നത് പോലെയാണ് എന്ന് തോന്നിക്കുമാറ് ആവർത്തിച്ച് അദ്ദേഹം പറയുകയാണ്, ഈ മാസപ്പിറവിയുടെ ഏകീകരണം കൊണ്ട് ലോക പ്രശ്നങ്ങൾ പരിഹരിക്കുമല്ലോ. ആര് പറഞ്ഞു അങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന്? ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാമല്ലോ, അതെങ്കിലും ഒന്ന് പരിഹരിക്കുക. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഏതൊരു ദിവസമാണോ വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കുന്നത്, ലോകത്തുള്ള എല്ലാവരും ശനിയാഴ്ച വ്യാഴാഴ്ച ജുമാ നമസ്കരിക്കുന്നുണ്ടോ? വെള്ളിയാഴ്ച ഉച്ചക്കാണ് ജുമാ നമസ്കരിക്കുന്നത് അല്ലേ? ഓരോ നാട്ടിലെയും വെള്ളിയാഴ്ച ദിവസം ഉച്ച വരുമ്പോൾ ജുമാ നമസ്കരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈദുൽ ഫിത്റിന്റെ ദിവസമാണ്, ഷവ്വാൽ 1-ാം തീയതിയാണ്. ലോകത്ത് എവിടെയും ആ രാവിലെ വന്നാൽ ഈദ് നടത്തണം. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് സത്യസന്ധമായ ഒരു നിലപാടാണിത്. കൃത്യമായ ഒരു ശാസ്ത്രീയമായും ഖുർആന്റെയും സുന്നത്തിൻ്റെയും ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ഒരു പാഠമാണിത്. ആ പാഠത്തെ ലംഘിക്കുന്ന രീതിയിൽ 2-3 ദിവസത്തിലേക്ക് പെരുന്നാൾ വരുന്നത് എങ്ങനെയാണ്? ഒരു ദിവസത്തിൻ്റെ തീയതിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതൊരു പ്രാഥമികമായ അറിവല്ലേ? അപ്പോൾ പ്രാഥമികമായ അറിവിൽ പോലും ഈ മുസ്ലിം സമുദായം അബദ്ധത്തിലായത് തിരുത്തണങ്ങൾ, അതിലുള്ള തിരുത്താണ് നമ്മൾ നടത്തുന്നത്. അത് തിരുത്തപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള പല ഗുണങ്ങളുണ്ടാകും. മുസ്ലിം സമൂഹത്തിന് ഐക്യമുണ്ടാകും. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഐക്യമാണല്ലോ അത്. പെരുന്നാളിൽ പോലും ഐക്യം ഉണ്ടാകുന്നില്ല, നോമ്പ് തുടങ്ങുന്നതിൽ പോലും ഐക്യം ഉണ്ടാകുന്നില്ല, ഹജ്ജിൻ്റെ ദിവസത്തിൽ അറഫ നോമ്പിൻ്റെ കാര്യത്തിൽ ഐക്യം ഉണ്ടാകുന്നില്ല. അതിലെങ്കിലും ഐക്യം ഉണ്ടാക്കാലോ, അതേ ഞങ്ങളും ആഗ്രഹിക്കുന്നുള്ളൂ. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആകെ ഹിജറ കണ്ടുണ്ടായാൽ മതി എന്ന് ഏതെങ്കിലും വീട്ടുകൾ പറയുമോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങളെപ്പറ്റി അങ്ങനെ ആരോപിക്കാനും പാടില്ല. പിന്നെ ഖിസാസ്, ഹദ് ഏതെങ്കിലും മൂലയിലോ ഹാളിലോ വെച്ച് നടത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അത് പരിഹാസമാണ്. നമ്മളുടെ ഈദ്ഗാഹിലെ ആളുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വല്ല ഓഡിറ്റോറിയത്തിലോ ഏതെങ്കിലും കൊലായിലോ, ഇപ്പം മുജാഹിദുകളൊക്കെ പണ്ട് വിമർശിച്ചിരുന്ന മാതിരി ഏതെങ്കിലും കൊലായിൻ്റെ മൂലയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിമർശിച്ചിരുന്നു. ആൾ കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലത്ത് നടത്തും, ആൾ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലത്ത് നടത്തും. ഇപ്പം നിങ്ങൾ സംയുക്ത ഈദ്ഗാഹ് കോഴിക്കോട് നടത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അമീറായ മുജീബുർ റഹ്മാനാണ് ഇപ്പോൾ നേതൃത്വം വഹിച്ചത്. എന്താ കാര്യം? എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. ഞങ്ങളൊന്നും ഈദ് നടത്തിയില്ലല്ലോ, ഞങ്ങളൊരു കോലായി അന്നേരം കണ്ടില്ലല്ലോ, ഒരു ഓഡിറ്റോറിയം ഞങ്ങൾ സ്വീകരിച്ചില്ലല്ലോ, ഞങ്ങൾ നിങ്ങളെ കൂടെ ചെയ്തത് ഞങ്ങൾ കാരണം നമ്മളുടെ അമ്മായി പിന്നെ ഇടിച്ച് പരത്തിയാലും മരുമകൾ പരത്തിയാലും ആര് നെല്ല് കുത്തിയാലും അരിയാകണമെന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരേ ദിവസത്തിൽ ഇബാദത്ത് വരണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ചെയ്യേണ്ട ഇബാദത്ത് വെള്ളിയാഴ്ച തന്നെ ചെയ്യണം. ആ ശനിയാഴ്ചത്തേക്ക് ഞായറാഴ്ചത്തേക്ക് മാറ്റാൻ പാടില്ല എന്നതാണ് നമ്മുടെ അടിസ്ഥാനം. ഇപ്പം നോക്കൂ, നമ്മൾ ഈ ലോകത്ത് മുഴുവൻ ഏതാണ്ട് ഒരു ഐക്യത്തിൽ വന്നു. വടക്കേ ഇന്ത്യയിലുള്ള ചില സ്റ്റേറ്റുകളിലൊഴികെ ലോകം മുഴുവനും പെരുന്നാൾ ആഘോഷിച്ച് കഴിഞ്ഞ 20-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അൽഹംദുലില്ലാ, എത്രമാത്രം സന്തോഷകരമായ ആനന്ദകരമായ ഒരു പെരുന്നാളായി മാറിയത്. എന്തുകൊണ്ട് വന്നു? കൃത്യമായ തീയതിയിൽ കൃത്യമായി തന്നെ വന്നു. അതുകൊണ്ടാണ് കണ്ടോ കണ്ടില്ലേ, കേട്ടോ കേട്ടില്ലേ, പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളതല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തെ മാനദണ്ഡം. കൃത്യമായ ചന്ദ്രൻ്റെ ഗതിവിഗതികൾ അറിയുന്ന കാലത്ത്. അതുകൊണ്ട് ഖിസാസും ഹദ്ദും ഏതെങ്കിലും മൂലയിലോ ഹാളിലോ വെച്ച് നടത്തിയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങളെ വങ്ക്യം തരനെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നടത്തിയിട്ട് കാര്യമുണ്ട് എന്നുള്ളപ്പോൾ ബോധ്യമില്ലേ? നിങ്ങളെപ്പോലുള്ള മഹാന്മാരൊക്കെ ഇതുവരെ പിന്നെ ഭൂമിക്കടിയിൽ ഇരിക്കലായിരുന്നു. ഇപ്പം രംഗത്ത് വരാൻ കാരണം എന്താ? ഇപ്പം രംഗത്ത് നിങ്ങളൊക്കെ വന്നല്ലോ ഇതിനെ വിമർശിക്കാനെങ്കിലും. ആരാണ് നിങ്ങൾ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്, ശക്തമായ പ്രബോധനം കൊണ്ട് തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. മാസപ്രിയമായി നടക്കുന്നവർ സമുദായത്തോടൊപ്പമാണെന്ന ഒപ്പം നടന്ന് നോമ്പെടുത്ത് പെരുന്നാളെടുത്ത അവരിലെ ആളുകളുമായി ഈ അന്തക്കേടിനെതിരിൽ ക്ഷമാപൂർവ്വം ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ഇത് അന്തക്കേടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കൃത്യമായ തീയതിയിൽ കൃത്യമായ ഇബാദത്ത് അതേ ദിവസം, ഒരു ദിവസത്തിലെ ഇബാദത്ത് അതേ ദിവസം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കലണ്ടറൊക്കെ പ്രസിദ്ധീകരിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തത് അന്തക്കേടെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സങ്കടം തോന്നുകയാണ്. ഒരു വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു അസിസ്റ്റൻ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് താങ്കൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? തീരെ പക്വതയില്ലാതായിപ്പോയി. സാധാരണക്കാരായ നാലാംകിട പിന്നെ എന്തുണ്ടല്ലോ ആൽക്കവലകളിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരായ ആളുകളെക്കാൾ മോശമായി പോയി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. ഒരിക്കലും ഞങ്ങൾ അങ്ങനെയല്ല. മാസപ്പിറവുമായി നടക്കുന്നവർ ഞങ്ങളാണല്ലോ. സമുദായത്തോടൊപ്പം നടന്നിട്ട് നോമ്പെടുത്തിട്ട് പെരുന്നാളെടുത്തിട്ട് അവരിലെ ആളുകളായി ഈ അന്തക്കേടിനെതിരിൽ ക്ഷമാപൂർവ്വം ഏർപ്പെട്ടിരുന്നു. ഞങ്ങൾ ക്ഷമിച്ച അത്ര ഈ വിഷയത്തിൽ ലോകത്ത് ആരും ക്ഷമിച്ചിട്ടില്ല. അത്രയധികം 10-40 വർഷമായി 35-ലധികം വർഷമായി അലിമണിക്കിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ട് ഇതൊന്ന് പഠിക്ക്. നിങ്ങൾ ആദ്യം ഒന്ന് വിഷയം പഠിക്കുക. നിങ്ങൾ ഞങ്ങളടുത്ത് വരൂ,
ഞങ്ങൾ നിങ്ങൾ MSS അന്ന് സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം പ്രബന്ധം കൈമാറാൻ കത്ത് തന്നിരുന്നല്ലോ, ആരും തന്നില്ലല്ലോ. അവസാനം മർക്കദാവ വിഭാഗം മാത്രം തന്നു. അവരുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നു. അതിന് അനന്തര ഫലം റബ്ബിന് തോഫീക്ക് കൂടുതലുണ്ടായി. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണെങ്കിലും അവരെന്ത് ചെയ്തു, ഇപ്പോൾ ന്യൂമണാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, അവർ ഹിലാലാണ് എന്ന ഒരൊറ്റ തർക്കത്തിലിപ്പോൾ ഞങ്ങൾ വ്യത്യാസമുള്ളൂ. ഹിലാൽ തന്നെയാണ് ന്യൂമോൺ തന്നെയാണ് ഹിലാൽ. ന്യൂമോൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ്, ഹിലാൽ എന്ന് പറയുന്നത് അറബി വാക്കാണ്, അതിൻ്റെ മലയാളമാണ് അമാവാസി. സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ അവർ പറയുമ്പോൾ എന്താണ്, ഒരു ഈഗോ ഉണ്ടാകുമല്ലോ, ആ ഈഗോ കളയാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പറയേണ്ടവരാണ്, മറ്റവരാദ്യം പറഞ്ഞു പോയി എന്നുള്ള ചെറുപ്പവലിപ്പത്തിൻ്റെതായ വശങ്ങളുണ്ടാകാം. പിന്നെ വലിയൊരു സംഘടനയാണല്ലോ, ആ സംഘടന മൊത്തത്തിൽ ഇങ്ങനെ അലിമണിക്ക് പാനും കൂട്ടരും പറഞ്ഞാൽ, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്കാർ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ലേശം ചമ്മലുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അവരാണിപ്പോൾ മുൻപന്തിയിൽ നവോത്ഥാനത്തിൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലുള്ള നവോത്ഥാനം അവർ ഏർപ്പെടുത്തിയിരിക്കണം. ഇത് അന്തംഗമ്മികളായ ഞങ്ങളൊന്നും ചെയ്തതൊന്നുമല്ല. ബുദ്ധിയുള്ള, ചിന്തയുള്ള, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, ശാസ്ത്രബോധമുള്ള, കൃത്യമായി ഗണിതശാസ്ത്രം ഗോളശാസ്ത്രം മനസ്സിലാക്കിയിട്ടുള്ള ഈ ആധുനിക യുഗത്തിലെ ഇസ്ലാമിനെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകുന്ന സത്യങ്ങളാണിത്. ഈ സത്യം സ്വീകരിച്ചവരൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട VT അബ്ദുൽ സാഹിബ് അവർകൾ ഈ പറഞ്ഞ പരാമർശങ്ങൾ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിലും പിൻവലിച്ചാലും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഈ പരാമർശങ്ങളൊന്നും ഞങ്ങൾ അർഹിക്കുന്നതല്ല. വിമർശനമായിരിക്കണം. അത് ശരിക്ക് പഠിക്കേണ്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങൾ നന്നായി പഠിച്ചിട്ടാണ് ഈ വിഷയം മുന്നോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. താങ്കൾ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന അസിസ്റ്റന്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടേതായ പണ്ഡിതന്മാരെ മറ്റൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, ഞാൻ റെഡിയാണ്, ഞങ്ങളെപ്പോലെ ആളുകൾ റെഡിയുണ്ട്. ഈ വിഷയം പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറുള്ളവരുണ്ട്. അതുകൊണ്ട് ഈ പരാമർശം ഇത്രയും വികാരപരമായി പറയാൻ കാരണം വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ ബഹുമാനപ്പെട്ട VT അബ്ദുൽ സാഹിബ് അവർ നടത്തിയിട്ടുള്ളത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മയാകും, സമൂഹത്തിൽ അത് മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കി കളയും എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. റഹ്മാനായ അള്ളാഹു നമ്മെ സത്യത്തിൽ അണിനിരത്തുമാറട്ടെ. സത്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ബാത്തിലിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.